അല്ല, അത് അവരുടെ ഒരു ശീലമാണല്ലോ. കേരളത്തില് ദീർഘകാലത്തെ ശീലം അതിന് നമുക്കെല്ലാവർക്കും അറിയാലോ. കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യം നമ്മൾ ഓർക്കണം. അത് ഇപ്പോഴത്തെ കോൺഗ്രസ് അല്ല, പഴയ കോൺഗ്രസിനെ ആലോചിച്ചാൽ മതി. പഴയ കോൺഗ്രസ് രാജ്യത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായിരുന്നല്ലോ. കേരളത്തിൽ മാത്രമാണല്ലോ ഒരു വ്യത്യസ്തമായ നില ഉണ്ടായത്. ആ വ്യത്യസ്തമായ നിലയെ അതേ രീതിയിൽ കാണാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു. അന്ന് EMS പട്ടാമ്പിയിൽ മത്സരിക്കും. EMS പട്ടാമ്പിയിൽ മത്സരിക്കുമ്പോൾ സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയാണല്ലോ അദ്ദേഹത്തെ എതിരിടുക. പക്ഷേ കോൺഗ്രസും അന്നത്തെ ജനസംഘത്തിനുമൊക്കെ യോജിക്കാവുന്ന സ്ഥാനാണ്. ആര്? ഓർമ്മയില്ലേ? RSSന്റെ ജില്ലാ കാര്യമാണ്. അദ്ദേഹത്തെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. ഇതൊക്കെ നമ്മുടെ നാടിന്റെ അനുഭവമല്ലേ. ഇതൊക്കെ എങ്ങനെയാണ് കോൺഗ്രസ് ചെയ്യാൻ കഴിഞ്ഞത്? ഇപ്പോ ആ കാലം തന്നെ, ഈ കാലം പിന്നെ പറയാമോ? ആ കാലം AKG പാലക്കാട് മത്സരിക്കും. AKG പാലക്കാട് മത്സരിക്കുമ്പോൾ അതിലും ഈ തരത്തിലുള്ള ഒരു മാറ്റമല്ലേ കണ്ടത്? അന്നും ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയല്ലേ വന്നു. ഈ RSSന്റെ കാര്യവാഹനെ മത്സരിപ്പിക്കാൻ തയ്യാറാകുന്നത് ആ കാലത്താണ്. AKGക്കെതിരെയാണ്. അതാണ് അവിടെ നടന്നത്. നേരത്തെ EMSനെതിരെ നടന്നത്, EMSനെതിരെ മത്സരിക്കാൻ ഞാൻ പറഞ്ഞതിൽ ഒരു ചെറിയ വശമുണ്ട്. EMSനെതിരെ നടന്നത്, EMSനെതിരെ മത്സരിക്കുന്നതിന് ഒരു RSSകാരൻ തയ്യാറായി. പക്ഷേ അദ്ദേഹത്തെ പിൻവലിപ്പിക്കുന്നതിന് വന്നു. ദീനദയാൽ ഉപാധ്യായ EMSനെതിരെ പ്രസംഗിക്കുന്നതിന് വേണ്ടി അവിടെ വന്നു. അന്ന് ജനസംഘത്തിന്റെ അഖിലേന്ത്യാ നേതാവാണ് അദ്ദേഹം. ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ നടന്നതല്ലേ. മറ്റത് AKGക്കെതിരെയാണ് നടന്നത്. പൊതു സ്ഥാനാർത്ഥിയായിട്ട് RSSന്റെ കാര്യവാഹിനെ നിർത്തുന്ന നിലയുണ്ടായി. ഇതൊക്കെ പഴയ കാലത്ത് കോൺഗ്രസിന് അതിന്റെ ആവശ്യമുണ്ടോ? കോൺഗ്രസ് വലിയ ശക്തിയല്ലേ. അതിൽ നിന്ന് മാറിയപ്പോഴാണ് കേരളത്തില് പൊതുവായിട്ട് കോൺഗ്രസിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് കോലീബി സഖ്യം ഉണ്ടാക്കിയത്. കോൺഗ്രസും ലീഗും BJPയും എല്ലാം കൂടി ചേർന്നു വടകര പാർലമെന്റ് സീറ്റിലും ബേപ്പൂർ അസംബ്ലി സീറ്റിലും സ്ഥാനാർത്ഥികൾ നടത്തും. ആ സ്ഥാനാർത്ഥികൾ അന്നത്തെ BJPക്ക് വേണ്ടിയുള്ള സ്ഥാനാർത്ഥികളായിരുന്നു. അവരെ വിജയിപ്പിക്കാൻ കഴിയുമെന്നാണ് ധാരണ. പക്ഷെ രാഷ്ട്രീയത്തില് 2 കൂട്ടണം 2 = 4 എന്ന കണക്കല്ല വരിക. ജനങ്ങളല്ലേ, മനുഷ്യരല്ലേ, മനുഷ്യര് ചിന്തിക്കുന്നവരല്ലേ. ആ കണക്ക് തെറ്റി. അങ്ങനെയാണ് രണ്ടിടത്തും അവരെ പരാജയപ്പെടുത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞത്. ഓർമ്മയില്ലേ ആ കാര്യങ്ങളൊക്കെ? അതിനുശേഷം എന്തൊക്കെ നടന്നു ഈ കേരളത്തിൽ? ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങൾ? ഇപ്പോ സമീപകാല കേരളം എടുത്താല് ഒരു അസംബ്ലിയില് UDF ഭരിക്കുന്നു. ആ ഭരണത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആളോട് RSS നേതാവ് പരസ്യമായി പറയാണ്, ഞങ്ങള് 41 സീറ്റിൽ പിന്താങ്ങിയത് കൊണ്ടാണ് നിങ്ങൾ ആ കസേരയിൽ ഇരിക്കുന്നത് ഓർമ്മ വേണം. അതല്ലേ വസ്തുത? ഇങ്ങനെയുള്ള ധാരണകളല്ലേ ഉണ്ടാക്കിയിരുന്നു. വോട്ട് കച്ചവടം എത്ര വലിയ വിവാദമായതാണ്. അത് BJPക്കകത്ത് വിവാദങ്ങളുണ്ടാക്കി, വോട്ട് വിറ്റതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാക്കി. എല്ലാം കോൺഗ്രസും BJPയുമായി ബന്ധപ്പെട്ടല്ലേ ഉണ്ടായത്. ഞങ്ങളെ ആ ഘട്ടത്തിലൊന്നും ഒരിടത്തും ചിത്രത്തിലില്ലാലോ. ഇത്തരം ഒരു ആരോപണത്തിനും ഞങ്ങൾ വിധേയരായിട്ടില്ല. ഇപ്പോ സമീപകാലത്തെത്തിയ തൃശ്ശൂരില് BJP ജയിച്ചു. അതിനു മുൻപ് നേമത്ത് BJP അസംബ്ലി റെക്കോർഡ് തുടങ്ങും. എങ്ങനെയായിരുന്നു നേമത്ത് അസംബ്ലി റെക്കോർഡ് തുടങ്ങാൻ കഴിഞ്ഞത്? നേമത്തുള്ള
കോൺഗ്രസ് വോട്ടുകൾ കാണാനില്ല. അതേസമയം അതിനടുത്തുള്ളൊരു മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ് നേതാവ് ജയിച്ചു വരുന്നു, അവിടെ BJPയുടെ വോട്ടും കാണാനില്ല. എല്ലാം ധാരണയായിരുന്നില്ല. BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തതല്ലേ. 2021 അവിടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങൾ പരസ്യമായി പറഞ്ഞല്ലോ, ഈ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കുന്നു. അത് പൂട്ടിക്കാനായല്ല. തൃശ്ശൂർ പാർലമെന്റ് സീറ്റ് എന്താ സംഭവിച്ചത്? എങ്ങനെയാണ് BJPക്ക് ജയിക്കാനായത്? അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ട് എവിടെ പോയി? ഞങ്ങളും ജയം പ്രതീക്ഷയാണ്, ഞങ്ങൾ പരാജയപ്പെട്ടു. പക്ഷേ അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കിട്ടിയ വോട്ടിൽ കുറവ് വന്നില്ല. കോൺഗ്രസിന് വലിയ കുറവ് വന്നല്ലോ. ഇതെല്ലാം നമ്മുടെ കേരളത്തിന്റെ അനുഭവമല്ലേ. ഇപ്പോ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എടുത്തു നോക്കി, എത്ര സ്ഥലങ്ങളിൽ BJPയുമായി യോജിച്ച് മത്സരിച്ചു. ഔദ്യോഗിക ഭാരവാഹികളെ തെരഞ്ഞെടുക്കൽ, ആ തെരഞ്ഞെടുപ്പിൽ BJPയും UDFും കൂടി ചേർന്നുകൊണ്ടുള്ള ഭാരവാഹികൾ എത്ര തദ്ദേശഭരണ സ്ഥാപനങ്ങൾ നിൽക്കുന്നു. അപ്പോൾ അവരുടെ ശീലമാണത്. ആ ശീലം എല്ലാ ഘട്ടത്തിലും അവർ സ്വീകരിക്കാറുണ്ട്. രണ്ടു കൂട്ടർക്കും ഒരേ മനസ്സാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഓർമ്മയില്ലേ? ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ പരാജയപ്പെടുത്താൻ വേണ്ടി എത്ര തീവ്രമായിട്ടായിരുന്നു രണ്ടു കൂട്ടരും ശ്രമിച്ചത്. കോൺഗ്രസും UDFും BJPയും ഒരേ മനസ്സോടെയല്ലേ നീങ്ങിയത്. കോൺഗ്രസിനെയും UDFനെയും സഹായിക്കാൻ BJPയുടെ ഇടപെടലിലൂടെ കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ വട്ടമിട്ട് പറന്നില്ലേ. രണ്ടു കൂട്ടരും ഏക മനസ്സോടെയല്ലേ നീങ്ങിയിരുന്നത്. അതും അതിനുശേഷവുമുള്ള കേരളം പരിശോധിച്ച് നോക്കി, ഒരേ രീതിയിലല്ലേ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ LDFനെ തകർക്കാൻ വേണ്ടി വിവിധ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിന് BJPയുമായി കൂട്ടുകൂടുന്നതിന് ഒരു പ്രയാസവും കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല. ഇതാണ് നമ്മുടെ ഇവിടുത്തെ അനുഭവം. ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നത് മാത്രമേ ഇതിനെക്കുറിച്ച് കാണേണ്ടതുള്ളൂ.